FCRയും വട്ടിയൂർക്കാവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊരു ജനറൽ ഇഷ്യൂ ആണല്ലോ. അതുമല്ല, അത് ബില്ലായിട്ടില്ല, അത് ചർച്ചയിൽ വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഒരു ഘട്ടം വന്നപ്പോഴേക്ക് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആശയം എടുത്തു. അത് ശരിക്കും പറയാൻ ഉദ്ദേശിച്ചതാണോ അതല്ല അഭിമുഖത്തിനിടയിൽ വന്നു പോയതാണ്? അരുൺ, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ADGP ഇന്റലിജൻസ് ആയിരുന്നപ്പോഴാണ് നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ആദ്യമായിട്ട് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ബിന്ദു എന്ന് പറഞ്ഞ ലേഡിയുടെ മോളാണ്. ബിന്ദു എന്നോട് വരുന്നതും നിമിഷ ഒരു മതം മാറി ഒരു പയ്യന്റെ കൂടെ പോയി. ഇപ്പോഴും അത് ഇറാനിലോ എവിടെയോ ആണ്. അത് ഏത് സ്ഥലത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ജയിലിൽ കിടക്കുകയാണ് ഇപ്പൊ കുഞ്ഞുമായിട്ട്. അയാളുടെ ഭർത്താവ് മരിച്ചുപോയി ഡ്രോൺ അറ്റാക്കില്. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ എവിഡൻസ് പല കേസുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ 3ഓളം കേസുകളാണ്. മൂന്നല്ല, NIA, സുപ്രീം കോടതി രണ്ടുപേരും പറയുന്നത് there is no evidence for the concept like love jihad in Kerala. അതെ, ആ ഒരു വാക്കാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. ലവ് ജിഹാദ് എന്നൊരു വാക്ക് പലർക്കും അതൊരു അപ്രിയമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ജിഹാദ് എന്ന് പറയുന്നത് തന്നെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള കാര്യമാണ്. പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രണയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രയോഗം തന്നെ പോപ്പുലർ ആയത്. പക്ഷേ ഹിന്ദു ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നു. ഇറ്റ്സ് വെരി കോമൺ ആണ്. പക്ഷെ അവരെ ആരെയും തീവ്രവാദ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രവർത്തനം നടത്താൻ പറയുന്നില്ലല്ലോ. നമുക്കറിയാവുന്ന നമ്പറുകൾ ചെറുതല്ലേ മാം? കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യനും സ്ത്രീയുമായിട്ട് തീവ്രവാദം നടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് ലവ് ജിഹാദ്. ഇപ്പൊ നിമിഷ ഫാത്തിമയെ അല്ലാതെ ശ്രീലേഖ മാഡത്തിന്റെ അനുഭവത്തിലോ ഓർമ്മയിലോ അങ്ങനെ പറയാൻ എത്ര പേരുകളുണ്ട്? ക്യാൻ യു ടെൽ ദ നെയിം? അങ്ങനെയാണെങ്കിൽ അത് അധികാരികൾ ഒരുപാട് പേരുണ്ട്. എറണാകുളത്തുള്ള 4-5 പേരുണ്ട്. എനിക്ക് പേര് ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് റെഫർ ചെയ്യണം. എന്റെ ഫോൺ എന്റെ കയ്യിലില്ല. പക്ഷേ യു ക്യാൻ സെർച്ച്, ഗൂഗിളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോ ലവ് ജിഹാദിനെ കുറിച്ചാണോ വട്ടിയൂർക്കാവ് ഇലക്ഷനെ കുറിച്ചാണോ അരുൺ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശ്രീലേഖ മാം അതൊരു ചർച്ചാ വിഷയമാക്കിയത്? ചർച്ചാ വിഷയം ഞാൻ ആക്കിയതല്ല. എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിനകത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് സ്ത്രീ സുരക്ഷിതത്വത്തിന് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ ഉള്ളപ്പോ, പ്രത്യേകിച്ച് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സർക്കാർ ഉള്ളപ്പോ എവിടെയാണ് സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, അത് ചർച്ചാ വിഷയമാക്കുകയും വേണ്ട. കാരണം അത് വേണ്ട. കാരണം വട്ടിയൂർക്കാവ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇമ്പോർട്ടന്റ് അല്ല. എനിക്ക് ഉത്തരം കിട്ടി.